ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയാണ്. വന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ അവതരിപ്പിച്ച കഥാപാത്രത്തിനെ കുറിച്ച് പറയുക. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ അവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് പരസ്പരം തീരുമാനിക്കാൻ പറയുന്നു. ആദ്യം അനീഷ് വന്ന് അനീഷിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് അനീഷ് പറയുകയാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം ആര്യം വന്ന് ഒരു കോയിൻ കൊടുക്കുന്നു, അനുമോള് വന്ന് കൊടുക്കുന്നു. ബിന്നി പറയുന്നുണ്ട്, വലിയ കുഴപ്പമില്ലായിരുന്നു എങ്കിലും ഞാനൊരു കോയിൻ തരികയാണെന്ന് പറഞ്ഞ് ബിന്നി കൊടുക്കുന്നു. അക്ബർ പറയുന്നുണ്ട്, ഈ കഥാപാത്രത്തിലെ കൂടുതലും കാര്യങ്ങൾ ഞാനാണ് പഠിപ്പിച്ചു തന്നത്, മിന്നൽ മുരളിയായ ഞാനാണ് പഠിപ്പിച്ചു തന്നതെന്ന് പറയുന്നു. എന്തായാലും അതിവിടെ പറയണ്ട. പിന്നെ അതുമല്ല, അനീഷേട്ടന് ഈ കഥാപാത്രത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ കഥാപാത്രത്തിൻ്റെ പേരല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് യഥാർത്ഥ പേരാണ് ഞങ്ങളുടെ വിളിച്ചിരുന്നതെന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അക്ബർ ഒരു കോയിൻ കൊടുത്തു. പിന്നെ നെവിൻ പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ ദിലീപേട്ടൻ്റെ ഡൂപ്പായിട്ടൊക്കെ അഭിനയിപ്പിക്കാൻ കൊള്ളാം, നിങ്ങൾ നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നെവിൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, കഥാപാത്രമാണെന്നൊന്നും നോക്കത്തില്ല, അതുപോലെ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിലും ഞാനൊരു കോയിൻ തരികയാണെന്നും പറഞ്ഞ് ഒരു കോയിൻ നെവിൻ കൊടുത്തു. അത് കഴിഞ്ഞ് നൂറ വന്നിട്ട് പറയുന്നുണ്ട്, ദിലീപേട്ടൻ്റെ കഥാപാത്രം നല്ല ഇതായിരുന്നു, ദിലീപേട്ടനെ പോലെ തോന്നി എന്നും പറഞ്ഞൊരു കോയിൻ കൊടുത്തപ്പം നൂറയോട് പറയുന്നുണ്ട്, താങ്ക് യു കാർത്തുമ്പി എന്ന് പറയുന്നു. പിന്നെ ലക്ഷ്മി കൊടുത്തു. സാബുമോൻ ഒരു കോയിൻ കൊടുത്തു. എന്നിട്ട് സാബുമോൻ പറയുന്ന നല്ല ഇമോഷണൽ ഫീലിംഗ് ആയ ഒരു കഥാപാത്രം നല്ല രീതിയിൽ തന്നെ അനീഷേട്ടൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് സാബുമോൻ കൊടുത്ത്. അങ്ങനെ 8 കോയിനാണ് അനീഷിന് കിട്ടിയത്. 8 പേര് ഓരോ കോയിൻ വെച്ച് കൊടുത്ത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.